ബേക്കറികളിൽ നിന്നൊക്കെ നല്ല വില കൊടുത്ത് മേടിക്കുന്ന നാങ്കട്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത്, ഇനി ഒരു ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് ആ ഒരളവിന് എടുത്താൽ മതി. 2 കപ്പ് മൈദയ്ക്ക് ഞാൻ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് 1 കപ്പ് 2 കപ്പിന് 1 കപ്പ് നെയ്യ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്ത്, ഒത്തിരി ചൂടൊന്നും പാടില്ല കേട്ടോ. അതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് ചൂട് പോയി കഴിയുമ്പോൾ നമ്മൾ അതുകൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത്, വാനില എസൻസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പകരം നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നെയ്യ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ് വരുന്ന രീതിയാകുമ്പോൾ നമുക്ക് ആ 1 കപ്പ് നെയ്യ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി നമ്മൾ കൈയുടെ വെള്ളയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഡെക്കറേഷന് വേണ്ടി ഒരു നട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഈ പൊടിയുടെ അകത്തേക്ക് നട്ട്സ് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇനി ഇത് ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അത് നമ്മളിത് വെക്കാൻ സമയമാകുമ്പോഴത്തേന് ഓവൻ 140 ഡിഗ്രിയിലേക്ക് ആക്കിയിട്ട് ഇതൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. ചെറിയൊരു ക്രാക്ക് പോലെ ഇങ്ങനെ അതിൻ്റെ പുറത്ത് വരും. അപ്പോഴാണ് അത് വെന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചൂടോടുകൂടി സോഫ്റ്റും ചൂടാറിക്കഴിയുമ്പോഴാണ് ക്രിസ്പിനെസ് കിട്ടുന്നത് കേട്ടോ. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസിൽ വെച്ച് നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത പോലെ ചെയ്തെടുക്കാനും നല്ലതാണ്.